നമസ്കാരം. പ്രധാന വാർത്തകൾ. തീവണ്ടിയിൽ കർപ്പൂരം കത്തിച്ച് പൂജ നടത്തിയാൽ 1000 രൂപ പിഴയോ 3 വർഷം തടവോ ശിക്ഷ ലഭിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ. ശബരിമല ഭക്തർ തീവണ്ടിയിൽ കർപ്പൂരം കത്തിച്ച് പൂജ നടത്തുന്നതായി പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഈ മുന്നറിയിപ്പ്. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് തീവണ്ടിയിലും റെയിൽവേ സ്റ്റേഷനുകളിലും കർപ്പൂരം കത്തിച്ചുള്ള പൂജകൾ നിരോധിച്ചത്. തീപ്പെട്ടി, ഗ്യാസ് സിലിണ്ടർ, പെട്രോൾ തുടങ്ങിയവ തീ പിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ തീവണ്ടിയിൽ കൊണ്ടുപോകരുത്. ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ 182 എന്ന നമ്പറിൽ പരാതിപ്പെടാമെന്നും റെയിൽവേ അറിയിച്ചു. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയ കേസ് എ പത്മകുമാർ വീണ്ടും പ്രതി. പത്മകുമാറിന്റെ അറിവോടെയാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയതെന്ന് SIT കണ്ടെത്തിയതിന് പിന്നാലെ SIT പ്രതി ചേർത്തത്. ഡിസംബർ 2-ന് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജയിലിലെത്തി എ പത്മകുമാറിനെ ചോദ്യം ചെയ്തത്. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നേരത്തെ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിലാണ് എ പത്മകുമാർ അറസ്റ്റിലായത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് അനുവാദം കൊടുത്തത് എ പത്മകുമാറാണ്. ബോധപൂർവമായിട്ടാണ് പത്മകുമാർ ഇക്കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. റിമാൻഡ് കാലാവധി അവസാനിക്കുന്ന ഇന്ന് പത്മകുമാറിന്റെ കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിക്കും. നടപടിക്രമങ്ങളടക്കം പൂർത്തിയാക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ലെന്ന് ആവർത്തിച്ച് പറയുമ്പോഴാണ് എ പത്മകുമാറിനെ ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ കൂടി പ്രതിയാക്കിക്കൊണ്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കം. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ യുവാവ് മരിച്ച നിലയിൽ. കടൽഭിത്തിയിലെ കല്ലിൽ തലകുടുങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കണ്ട പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. മുഗതാർ സ്വദേശി ആസിഫിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികളും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. പാലക്കാട് സ്റ്റേഡിയത്തിന് സമീപത്താണ് സംഭവം. ഇന്ന് രാവിലെയാണ് മാലിന്യ കൂമ്പാരത്തിന് സമീപം തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. പാലക്കാട് ടൗൺ സൗത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബംഗളൂരുവിൽ എത്തിച്ച മലയാളി ഡ്രൈവർ കസ്റ്റഡിയിൽ. ജോസ് എന്നയാളെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മലയാളിയായ ഇയാൾ ബംഗളൂരുവിലാണ് ജോലി ചെയ്യുന്നത്. ഇയാളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. വർഷങ്ങളായി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരന്റെ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ഇയാൾ.